ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ ബീഡ്സ് ഉപയോഗിച്ചിട്ട് അടിപൊളി ഒരു മോതിരം ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് ഇതുപോലൊരു കണ്ണി വേണം. അതുപോലെ ചെറിയ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കളർ, ഇഷ്ടമുള്ളൊരു കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലുള്ള ചെറിയ ബീഡ്സാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. ആദ്യം നമ്മൾ ഈ കണ്ണി രണ്ടായിട്ട് മടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കണ്ണിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഒരു 40 സെൻറ്റിമീറ്റർ ഉണ്ട്. മടക്കുന്ന സമയത്ത് ഒരു സൈഡ് 20 അങ്ങനെ 40, ടോട്ടൽ 40 സെൻറ്റിമീറ്റർ ഉണ്ട് നീളം. അപ്പോൾ നമ്മളിങ്ങനെ മടക്കി എടുത്തിട്ട് ഇതിൻ്റെ സൈഡിന് ഒരു കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ടിട്ടുണ്ട്. നമുക്ക് ഒരു ബീഡ്സ് എടുത്തിട്ട് ഇതിൽ കോർത്ത് കൊടുക്കാം. അതുപോലെ ഇപ്പുറത്തെ സൈഡ് ഉപയോഗിച്ചിട്ട് ഇതിലൂടെ ഇങ്ങോട്ടേക്കും കൊടുക്കുക. രണ്ട് സൈഡും പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഒരു ബീഡ് ഇതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു 4 or 5 ബീഡ്, ഓരോന്ന് വീടും നമുക്ക് കോർത്തെടുക്കാം. 5 ബീഡ് നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 2 ബീഡ് കോർത്തെടുക്കാം. രണ്ട് ബീഡ് ഇട്ടിട്ടുണ്ട്. ഇനി 2 ബീഡിൻ്റെ ഉള്ളിലൂടെ കണ്ണി കോർത്തെടുക്കുക. ഇതുപോലെ 3 ബീഡ്, 4 ബീഡ്, അങ്ങനെ 5 ബീഡ് വരെ ചെയ്തെടുക്കാം. ഓരോ ബീഡ്സ് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം. കണ്ണി ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ബലമുണ്ട്, നൂലിനേക്കാളും ബലമുണ്ട്. ഇതുപോലെ നമ്മൾ 5 ബീഡ്സ് വരെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 4, 3, 2 അങ്ങനെ ആദ്യം ചെയ്തതുപോലെ ഇനി കോർത്തെടുക്കാം. അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 ബീഡ് കൂടി ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം കോർത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അവസാനം നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ സെൻറ്ററിൽ 5 ബീഡ്സ് ചെയ്തതിന് പകരം 7 ബീഡ്സോ 9 ബീഡ്സോ അങ്ങനെ ബീഡ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ട് വിരലിൻ്റെ അളവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചെല്ലാം നമുക്ക് മോതിരം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇത് രണ്ടും തമ്മിലൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കെട്ടിട്ടെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഉറപ്പിന് വേണമെങ്കിൽ നമുക്ക് തീ വെച്ചിട്ട് ഇത് ഉരുക്കി കൊടുക്കാം. ഇതിൽ അധികമുള്ള കണ്ണി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. കൈ കൊണ്ട് തന്നെ ആക്കുന്ന സമയത്ത് ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മിത് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ മോതിരം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. ഇതുപോലെ ഗോൾഡൻ ബീഡ്സിന് പകരം കളർ ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതങ്ങ് ഉണ്ടാക്കിയെടുക്കാം.